ഓക്കെ, ഹായ് എവ്രി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോ +1 അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈലത്തിനെ പറ്റി പറഞ്ഞിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് നോക്കി, പിന്നെ പെർമനന്റ് ടിഷ്യൂ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പെർമനന്റ് ടിഷ്യൂസിൽ സിമ്പിൾ ടിഷ്യൂസ് നമ്മൾ അതിനെ പറ്റി പഠിച്ചു. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ എന്നൊക്കെ നോക്കി അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചത് കോംപ്ലക്സ് ടിഷ്യൂസ് ആണ്. അപ്പൊ കോംപ്ലക്സ് ടിഷ്യൂസിൽ നിങ്ങൾക്ക് അറിയാം സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്. അപ്പൊ അതിൽ സൈലം എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. സൈലത്തിന്റെ എന്തൊക്കെയായിരുന്നു അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയുണ്ട് അതിലുണ്ട്, കമ്പോസ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ളത്. അത് സൈലം കമ്പോസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ട്രക്കീഡുകൾ ഉണ്ട്, വെസൽസ് ഉണ്ട്, സൈലം പാരൻകൈമി ഉണ്ട്, അതുപോലെ സൈലം ഫൈബേഴ്സ് ഉണ്ട് അല്ലെ? ഇത് നാലും കൂടി ഉള്ളതാണ് ഒരു സൈലം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓരോന്നതിനെ പറ്റിയും, അതായത് സൈലത്തിലെ കമ്പോണൻസ് ഓരോന്നും, അതായത് ട്രക്കീഡ് എന്താണെന്നും വെസൽ എന്താണെന്നും അതിന്റെ സെല്ലുകളുടെ പ്രത്യേകതയും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ സൈലത്തിന് കുറച്ച് ഭാഗം കൂടി എടുക്കാനുണ്ട്. അതിനുശേഷം ഫ്ലോയത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് പ്രൈമറി സൈലം. എന്താണ് പ്രൈമറി സൈലം? നിങ്ങൾക്കറിയാം ഒരു പ്ലാന്റിന്റെ യങ് സ്റ്റേജിൽ ഉണ്ടാവുന്ന സൈലമാണ് അല്ലെ പ്രൈമറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് വളരെ യങ് ആയിട്ടുള്ള സ്റ്റേജിൽ ആ ചെടിയിൽ ഉണ്ടാവുന്ന ഒരു വാസ്കുലർ ബണ്ടിൽസിൽ ഉണ്ടാവുന്ന സൈലമാണ് പ്രൈമറി സൈലം എന്ന് പറയുന്നത്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രോട്ടോസൈലവും മെറ്റാസൈലവും. എന്താണ് പ്രോട്ടോസൈലം എന്ന് പറയുന്നത്? ആദ്യം ഫോം ചെയ്യുന്ന സൈലം. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും, വളരെ ചെറിയതാണ് അല്ലെ? പ്രോട്ടോസൈലം എന്ന് പറഞ്ഞാൽ പ്രോട്ടോ മീൻസ് എന്താണ്? അത് വളരെ ചെറുതാണ്. വളരെ ചെറിയ സൈലമാണെങ്കിൽ അതിന് പ്രോട്ടോസൈലം എന്നാണ് പറയുക. അതാണ് ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത്. അതിനുശേഷം ഫോം ചെയ്യുന്നതാണ് മെറ്റാസൈലം എന്ന് പറയുന്നത്. ഇപ്പൊ പ്രൈമറി സൈലം എന്ന് പറയുന്നത് 2 ടൈപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫോം ചെയ്ത പ്രൈമറി സൈലത്തിനെ നമ്മൾ പ്രോട്ടോസൈലം എന്ന് പറയും. ലേറ്റർ ഫോംഡ് ആയിട്ടുള്ള, അതായത് പിന്നീട് ഫോം ചെയ്തിട്ടുള്ള പ്രൈമറി സൈലത്തിനെ നമ്മൾ മെറ്റാസൈലം എന്നാണ് പറയുക. അപ്പൊ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ പ്രൈമറി സൈലം എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഉണ്ടെന്നും അതിന് പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലം എന്നാണ് എന്താണ് നമ്മൾ പറയാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് എക്സാർക്ക് ആൻഡ് എൻഡാർക്ക് എന്താണെന്നുള്ളതാണ്. അതായത് എക്സാർക്ക് ആൻഡ് എൻഡാർക്ക് സൈലം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ എക്സാർക്കും എൻഡാർക്കും എന്ന് പറയുന്നത് സ്റ്റെംസിലാണെങ്കിൽ, ഇപ്പൊ പ്രോട്ടോസൈലത്തിന് വെച്ചിട്ടാണ് നമ്മൾ പറയുക. ഇപ്പോ പ്രോട്ടോസൈലം എന്ന് പറയുന്നത് ഉള്ളിലോട്ടാണെങ്കിൽ, അതായത് ഒരു പിത്ത് റീജിയൻ എന്ന് പറയും. പിത്ത് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്റ്റെമ്മിന്റെയോ റൂട്ടിന്റെയോ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സെന്ററിലുള്ള ഭാഗത്തെയാണ് നമ്മൾ പിത്ത് എന്ന് പറയുക. ഏറ്റവും നടുവിലത്തെ ഭാഗമാണ്, അതിനെയാണ് നമ്മൾ പിത്ത് എന്ന് പറയുക. ആ പിത്തിലേക്ക് പിത്തിലോട്ട്, അതായത് പിത്തിനോട് ആ ഡയറക്ഷനിലോട്ടാണ് പ്രോട്ടോസൈലം ഉള്ളതെങ്കിൽ, അതായത് സെൻട്രലിലോട്ടാണ് പ്രോട്ടോസൈലം ഉള്ളത് എങ്കിൽ അതിന് നമ്മൾ പറയുന്നത്. അതുപോലെ മെറ്റാസൈലം ഇപ്പൊ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും വെളിയിലായിരിക്കും, പുറത്തേക്കായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ പ്രോട്ടോസൈലം എന്ന് പറയുന്നത് ടുവാർഡ്സ് ദ സെന്റർ, പിത്ത് റീജിയനിലേക്കാണ്. മെറ്റാസൈലം എന്ന് പറയുന്നത് പുറത്തേക്കാണെങ്കിൽ, പുറമേ ആയിരിക്കുമല്ലോ എന്തായാലും, ഒന്ന് ഉള്ളിലോട്ടാണ് പ്രോട്ടോസൈലം ഉള്ളിലോട്ടാണെങ്കിൽ മെറ്റാസൈലം പുറത്തേക്കായിരിക്കും. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നമുക്ക് സ്റ്റെമ്മിലാണ് കാണപ്പെടുക. ഇപ്പൊ വാസ്കുലർ ബണ്ടിലുകളിൽ അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റെമ്മിലാണ്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്രൈമറി സൈലത്തിന് നമ്മൾ പറയുന്ന പേരാണ് എൻഡാർക്ക് എന്ന് പറയുന്ന ആ അറേഞ്ച്മെന്റ് ആണ് എൻഡാർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം കാണിച്ചില്ല പിക്ചർ, അതിൽ നോക്കൂ, മെറ്റാസൈലം എന്ന് പറയുന്നത് വെളിയിലോട്ടാണ്, പ്രോട്ടോസൈലം എന്ന് പറയുന്നത് എന്താണ്? ഉള്ളിലോട്ടാണ്. കാരണം ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സ്റ്റെമ്മിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ആണ്. അപ്പൊ സ്റ്റെം ആവുമ്പോ എന്താണ്? പ്രോട്ടോസൈലം എന്ന് പറയുന്നത് ഉള്ളിലോട്ടാണ്,
ഈ ചിത്രത്തിലും അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. പ്രോട്ടോസൈലം ഉള്ളിലോട്ടാണ്, മെറ്റാസൈലം വെളിയിലോട്ടാണ്. പ്രോട്ടോസൈലം ഉള്ളിലോട്ട് ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ എന്ത് പറയുന്നു? എൻഡാർക്ക് എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്. അവിടെ പ്രോട്ടോസൈലത്തിന് എന്ത് അറേഞ്ച്മെന്റ് ആണ്? എൻഡാർക്ക് ആണ് അവിടെ ഉള്ളത്. എൻഡാർക്ക് അറേഞ്ച്മെന്റ് ആണ്. ഇനി റൂട്ട്സിലാണെങ്കിൽ പ്രോട്ടോസൈലം നേരെ തിരിച്ചാണ്. ഒന്ന് പഠിച്ചാൽ മതിയാവും. അപ്പൊ സ്റ്റെമ്മിൽ പഠിക്കുക. സ്റ്റെമ്മിൽ എന്ന് പറയുന്നത് പ്രോട്ടോസൈലം ടുവാർഡ്സ് ദ സെന്റർ ആണ്. അപ്പോൾ സ്വാഭാവികമായും മെറ്റാസൈലം ടുവാർഡ്സ് ദ പെരിഫറി, വെളിയിലോട്ടാണ്. അപ്പൊ ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് എൻഡാർക്ക് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാർക്ക് എന്താണെന്ന് അറിയാൻ സാധിക്കും അല്ലെ? ഇപ്പൊ എന്താണ് എക്സാർക്ക് എന്ന് പറയുന്നത്? മെറ്റാസൈലം ടുവാർഡ്സ് ദ സെന്റർ ആൻഡ് പ്രോട്ടോസൈലം ടുവാർഡ്സ് ദ പെരിഫറി ആണ് എന്ത്? എക്സാർക്ക് അറേഞ്ച്മെന്റ്. എക്സാർക്ക് പ്രൈമറി സൈലത്തിന്റെ എക്സാർക്ക് അറേഞ്ച്മെന്റ് എന്ന് നമുക്ക് പറയാം. അത് കാണപ്പെടുന്നത് എവിടെയാണ്? സ്റ്റെമ്മിലാണ് എൻഡാർക്ക് എന്ന് പറയുന്ന അറേഞ്ച്മെന്റ് കാണുന്നതെങ്കിൽ റൂട്ടിലായിരിക്കില്ലേ സ്വാഭാവികമായിട്ടും എക്സാർക്ക് അറേഞ്ച്മെന്റ് കാണുക. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് പഠിച്ചു വെക്കുക. സ്റ്റെമ്മിലാണ്, പ്രോട്ടോസൈലം സെന്ററിലാണ്, മെറ്റാസൈലം പുറത്തേക്കാണ് എങ്കിൽ ആ അറേഞ്ച്മെന്റ് എൻഡാർക്ക് ആണ്, അത് സ്റ്റെമ്മിലാണ്. എങ്കിൽ സ്വാഭാവികമായിട്ടും എക്സാർക്ക് മെറ്റാസൈലം സെന്ററിലേക്കും പ്രോട്ടോസൈലം പുറത്തേക്കുമായിരിക്കും, അത് റൂട്ടിലായിരിക്കും കാണുക. അത്രയേ ഉള്ളൂ. അപ്പൊ എക്സാർക്കും എൻഡാർക്കും ഓക്കെയാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലോയത്തെ പറ്റിയാണ്. അപ്പൊ നമ്മൾ സൈലത്തെ പറ്റിയൊക്കെയാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലും ഒക്കെ സൈലത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ വളരെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി ഫ്ലോയം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സൈലം നമുക്കറിയാം. സൈലം എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? വാട്ടർ ആണ് അല്ലെ? വാട്ടർ ട്രാൻസ്പോർട്ടേഷനെ സഹായിക്കുന്നത് സൈലമാണെങ്കിൽ ഫ്ലോയം എന്താണ് ചെയ്യുന്നത്? ഫുഡ് മെറ്റീരിയൽസിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എവിടെ നിന്ന് എവിടേക്കാണ്? ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. നമുക്കറിയാം ലീവ്സിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നു, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ ലീവ്സിൽ നിന്നും മറ്റുള്ള ഭാഗത്തേക്ക്, പ്ലാന്റ്സിന്റെ മറ്റുള്ള ഭാഗത്തേക്ക് എത്തുന്നത് ത്രൂ ഫ്ലോയം ആണ്. അപ്പൊ ഫ്ലോയം എന്ന് പറയുന്നത് ഫുഡ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഫ്ലോയം. നമുക്ക് സൈലം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ആ സൈലത്തിനെ കമ്പോസ് ചെയ്തിരിക്കുന്ന കുറെ അധികം എലമെന്റ്സ് ഉണ്ട്. അതിന് സൈലം എന്ന് പറയുന്നത് ഒന്നല്ല, അതിന് പല കമ്പോണന്റുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞു ട്രക്കീഡ്, വെസല്, സൈലം പാരൻകൈമ, അതുപോലെ സൈലം വെസൽസ്, സൈലം പാരൻകൈമ ആൻഡ് സൈലം ഫൈബേഴ്സ് എന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെ 4 ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഫ്ലോയത്തിനും എന്തുണ്ട്? ഫ്ലോയം ഈസ് ഓൾസോ കമ്പോസ്ഡ് ഓഫ് 4 ടൈപ്പ് കമ്പോണൻസ് അതിലുണ്ട്. ജസ്റ്റ് ലൈക്ക് സൈലം, ഫ്ലോയം ഈസ് ഓൾസോ കമ്പോസ്ഡ് ഓഫ് സീവ് ട്യൂബ് എലമെന്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. സൈലത്തില് സൈലം പാരൻകൈമയും സൈലം ഫൈബേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ ഫ്ലോയത്തിലും ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് 2 മാത്രം മാറ്റി പഠിച്ചാൽ മതി. അവിടെ എന്തായിരുന്നു? ട്രക്കീഡും വെസൽസും ആണെങ്കിൽ ഇവിടെ സീവ് ട്യൂബ് എലമെന്റും കമ്പാനിയൻ സെൽസുമാണ്. അത്രേ വ്യത്യാസമുള്ളൂ. ഇവിടെ സീവ് ട്യൂബ് എലമെന്റും കമ്പാനിയൻ സെൽസും ആണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതാണ് ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലോയത്തിനെ കമ്പോസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലോയം കൺസിസ്റ്റ് ഓഫ് സീവ് ട്യൂബ് എലമെന്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കണം. ഇനി സീവ് ട്യൂബ് എലമെന്റ് എന്താണ്, അതുപോലെ കമ്പാനിയൻ സെൽസ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സീവ് ട്യൂബ് എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. സീവ് ട്യൂബ് എലമെന്റ് എന്ന് പറയുന്നത് കണ്ടോ, നമുക്ക് ഇതിൽ കാണാൻ പറ്റും. സീവ് ട്യൂബ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ സീവ് ട്യൂബ് എലമെന്റുകൾ എന്ന് പറയുന്നത് അത് ലോങ് ആണ്. ലോങ് ആയിട്ട് ട്യൂബ് പോലുള്ള സ്ട്രക്ചർ ആണ് സീവ് ട്യൂബ് എലമെന്റ് എന്ന് പറയുന്നത്. ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് അല്ലെ? ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്, വെർട്ടിക്കലി അല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ട്യൂബ് പോലുള്ള സ്ട്രക്ചർ ആണ്. എപ്പോഴും കമ്പാനിയൻ സെല്ലുമായിട്ടൊരു അസോസിയേഷൻ കാണിക്കും. ഈ സീവ് ട്യൂബും കമ്പാനിയൻ സെൽസും രണ്ടും പരസ്പരം എന്താണ്, ഒരു അസോസിയേഷൻ ഇവര് തമ്മിൽ ഉണ്ട്. സീവ് ട്യൂബ് ലോങ് ആയിട്ടുള്ള ട്യൂബ് പോലുള്ള സ്ട്രക്ചർ ആണ്. അത് ലോഞ്ചിറ്റ്യൂഡിനലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കമ്പാനിയൻ സെല്ലുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനൊരു അസോസിയേഷൻ ഉണ്ട്. ഓക്കെ,
അതേപോലെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും അതിന്റെ എൻഡ് വാളുകൾ. അതില് എൻഡ് വാൾസ് എങ്ങനെയാണ് നോക്കൂ, സീവ്ഡ് ആയിട്ട്, അതായത് സീവ് ലൈക്ക് മാനർ ആണ്, ഒരു അരിപ്പ പോലെയാണ് അല്ലെ. അരിപ്പ പോലെ നമുക്ക് കാണാൻ പറ്റും. അതിൽ കുറെ ഓട്ടകളൊക്കെ ആയിട്ട് അതിന് അറ്റത്ത് അതിൽ സീവ് പ്ലേറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് സീവ് ലൈക്ക് മാനറിൽ പെർഫറേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താ, അതിൽ കുറെ ഹോൾസ് ഉണ്ട്. അതിന്റെ എൻഡ് വോൾസിൽ എന്താണ്, കുറെ ഹോളുകൾ ഉണ്ട്. അതൊരു അരിപ്പ പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ സീവ് പ്ലേറ്റ്സ് എന്ന് പറയും. അപ്പൊ സീവ് ട്യൂബ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ലോങ് ആണ്. അത് ലോഞ്ചിറ്റ്യൂണൽ ആയിട്ട് ട്യൂബ് പോലുള്ള സ്ട്രക്ചർ ആണ്. അത് കമ്പാനിയൻ സെല്ലുമായിട്ട് എപ്പോഴും ഒരു അസോസിയേഷൻ ഉണ്ടാവും. അതിന്റെ എൻഡ് വാൾ എന്ന് പറയുന്നത് പെർഫറേറ്റഡ് ആണ്, അതായത് കുറെ ഹോൾസ് ഉണ്ട്. അതൊരു അരിപ്പ പോലെയാണുള്ളത്, സീവ് ലൈക്ക് മാനർ. അങ്ങനെ അത് സീവ് പ്ലേറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് സീവ് ട്യൂബ് എന്ന് പറയുന്നതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ട്യൂബ് ലൈക്ക് ആണെന്നും സീവ് ലൈക്ക് മാനറിൽ അത് പെർഫറേറ്റഡ് ആണ് എൻഡ് പ്ലേറ്റ് എന്നും മനസ്സിലാക്കണം. ഇനി ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സീവ് എലമെന്റിന്, സീവ് ട്യൂബ് എലമെന്റ്, ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സീവ് ട്യൂബ് എലമെന്റ് ഒരു സൈറ്റോപ്ലാസം പോസസ് ചെയ്യും. ഒരു സൈറ്റോപ്ലാസം അതിന് ഉണ്ടാവും. അത് എവിടെയായിരിക്കും, പുറത്തായിരിക്കും ഉണ്ടാവുക. പുറമേ ആയിട്ടാണ് ഒരു സൈറ്റോപ്ലാസം അതിനുള്ളത്. ഓക്കെ, അതിന് പുറത്തായിട്ട് ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു സൈറ്റോപ്ലാസം ആണ് അതിനുണ്ടാവുക. അതേപോലെ ഒരു വലിയ വാക്യൂൾ ഉണ്ടാവും, പക്ഷെ അതിന് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ കൺട്രോൾ, അതിന്റെ ആക്ടിവിറ്റീസ് ഒന്നും കൺട്രോൾ ചെയ്യാനുള്ള കാപ്പബിലിറ്റി എന്തില്ല, സീവ് ട്യൂബിന് ഇല്ല. അതായത് ന്യൂക്ലിയസ് അതിനില്ല. പക്ഷെ വാക്യൂൾ ഉണ്ട്, വലിയൊരു വാക്യൂൾ ഉണ്ട്. അതേപോലെ സൈറ്റോപ്ലാസവും ഉണ്ട്. പക്ഷെ എന്തില്ല, ന്യൂക്ലിയസ് ഇല്ല. അതാണ് സീവ് ട്യൂബ് എന്ന് പറയുന്നത്. അതായത് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. സീവ് ലൈക്ക് മാനറിൽ അതിന്റെ എൻഡ് വാളുകൾ പെർഫറേറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിന് ഹോൾസ് ഉണ്ട്. അത് സീവ് പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സീവ് പ്ലേറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സീവ് ട്യൂബ് എലമെന്റ് ഒരു പെരിഫറൽ സൈറ്റോപ്ലാസം പൊസസ് ചെയ്യുന്നു. അതായത് പുറമേ ആയിട്ട് ഒരു സൈറ്റോപ്ലാസം കാണുന്നു, വലിയൊരു വാക്യൂള് കാണുന്നു, പക്ഷെ അതിന് എന്തില്ല, അതിന് ഒരു ന്യൂക്ലിയസ് ഇല്ല എന്നുള്ളതാണ് സീവ് ട്യൂബ് എലമെന്റിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് കമ്പാനിയൻ സെൽ, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാലോ കമ്പാനിയൻ സെൽ. എന്താണ് കമ്പാനിയൻ സെൽ എന്ന് പറഞ്ഞാൽ, കമ്പാനിയൻ സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് പാരൻകൈമാറ്റസ് സെൽ എന്ന് പറയും. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റസ് സെല്ലാണ്, പക്ഷെ അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ സംഭവിച്ചിട്ടുള്ള പാരൻകൈമ സെല്ലുകളാണ് കമ്പാനിയൻ സെല്ലുകൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സീവ് ട്യൂബ് പറഞ്ഞപ്പോ പറഞ്ഞു കമ്പാനിയൻ സെല്ലുമായിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടെന്ന്. അതേപോലെ കമ്പാനിയൻ സെല്ലിന് സീവ് ട്യൂബുമായിട്ടും ഒരു അസോസിയേഷൻ ഉണ്ട്. സീവ് ട്യൂബിന് കമ്പാനിയൻ സെല്ലായിട്ട് ഒരു അസോസിയേഷൻ ഉണ്ട്, കമ്പാനിയൻ സെല്ലിന് സീവ് ട്യൂബുമായിട്ട് അസോസിയേഷൻ ഉണ്ട്. ഈ കമ്പാനിയൻ സെല്ലും സീവ് ട്യൂബും ചെറിയൊരു പിറ്റ് ഫീൽഡ് വഴി കണക്റ്റഡ് ആണ്. അതായത് സീവ് ട്യൂബ് എലമെന്റും കമ്പാനിയൻ സെല്ലുകളും അവരുടെ കോമൺ ആയിട്ടുള്ള വാളുകൾ വഴി ചെറിയൊരു പിറ്റ് ഫീൽഡ് വഴി ഇത് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ കമ്പാനിയൻ സെല്ലുകൾ എന്ന് പറയുന്നത് പാരൻകൈമാറ്റസ് സെല്ലുകളാണ്, പക്ഷെ അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റസ് സെല്ലുകളാണ്. സീവ് ട്യൂബ് എലമെന്റുമായിട്ട് ഇത് ക്ലോസ്ലി എന്താണ്, അസോസിയേറ്റഡ് ആണ്. അതേപോലെ കമ്പാനിയൻ സെല്ലും സീവ് ട്യൂബും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതിന്റെ വാൾസ് തമ്മിൽ അവര് തമ്മിൽ എങ്ങനെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്, അവരുടെ പിറ്റ് ഫീൽഡുകൾ വഴി കണക്റ്റഡ് ആണ്. അതേപോലെ കമ്പാനിയൻ സെല്ല് സീവ് ട്യൂബിന്റെ പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എപ്പോഴും ഒരു പ്രഷർ, എപ്പോഴും അതിനുള്ളിൽ ഒരു പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, സീവ് ട്യൂബിന്റെ ഉള്ളിലെ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, കമ്പാനിയൻ സെല്ലുകളാണ്. അതേപോലെ സീവ് ട്യൂബിന്റെ ഫംഗ്ഷനും കൺട്രോൾ ചെയ്യുന്നത് കമ്പാനിയൻ സെല്ലുകളാണ്. കാരണം കമ്പാനിയൻ സെല്ലിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. കമ്പാനിയൻ സെല്ലിന് ന്യൂക്ലിയസ് നിങ്ങൾക്ക് കാണാലോ ചിത്രത്തില് അല്ലെ. കമ്പാനിയൻ സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ട്, സീവ് ട്യൂബിന് ഇല്ല. അപ്പൊ സീവ് ട്യൂബും എപ്പോഴും കമ്പാനിയൻ സെല്ലുമായിട്ടൊരു അസോസിയേഷൻ ഉണ്ട്. അവര് കോമൺ ആയിട്ടുള്ള അവരുടെ ലോഞ്ചിറ്റ്യൂണൽ വാൾസ് വഴി അവര് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സീവ് ട്യൂബിലെ പ്രഷർ ഗ്രേഡിയന്റ് എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് കമ്പാനിയൻ സെല്ലാണ്. അതുപോലെ കമ്പാനിയൻ സെൽ എന്ന് പറയുന്നത് സീവ് ട്യൂബിന്റെ ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യുന്നു. എങ്ങനെയാണ്, എങ്ങനെ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്, ന്യൂക്ലിയസ് വഴി അല്ലെ. കമ്പാനിയൻ സെല്ലിന്റെ ന്യൂക്ലിയസ് വഴിയാണ്
സീവ് ട്യൂബിന്റെ ഫങ്ഷൻസ് ഒക്കെ കമ്പാനിയൻ സെല്ലുകൾ കൺട്രോൾ ചെയ്യുക. ഇനി ഫ്ലോയം പാരൻകൈമ. അപ്പൊ നമ്മൾ പറഞ്ഞു സീവ് ട്യൂബ് എലമെന്റ് എന്താണെന്ന് പറഞ്ഞു, കമ്പാനിയൻ സെല്ല് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഫ്ലോയം പാരൻകൈമയാണ്. ഫ്ലോയിങ് പാരൻകൈമ എന്ന് പറയുന്നത് നമ്മളിപ്പോ സീവ് ട്യൂബ് എലമെന്റ് പറഞ്ഞ പോലെ തന്നെ ലോങ് ആയിട്ടുള്ള അത് തന്നെയാണ്, ഇലോങ്ങേറ്റഡ് ആണ്, ഇതും ലോങ് ആണ്. ഇതിന്റെ അറ്റം എന്ന് പറയുന്നത് ടേപ്പറിംഗ്, ഒരു ടേപ്പറിംഗ് ആയിരിക്കും. ടേപ്പറിംഗ് സിലിണ്ടറിക്കൽ സെൽസ് ആണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ടേപ്പറിംഗ് സിലിണ്ടറിക്കൽ സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് സൈറ്റോപ്ലാസം ഉണ്ട്, ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം. നിങ്ങൾക്ക് അതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ന്യൂക്ലിയസും ഉണ്ടെന്ന് അല്ലെ. അപ്പൊ ഫ്ലോയം പാരൻകൈമ എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആണ്, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ടാപ്പറിംഗ് സിലിണ്ടറിക്കൽ സെല്ലുകൾ കൊണ്ടാണ്. ഓക്കെ, സിലിണ്ടറിക്കൽ സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊരു ഡെൻസ് ആയിട്ടുള്ള, അതായത് കട്ടിയായിട്ടുള്ള ഒരു സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഉണ്ട്. അതേപോലെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫ്ലോയം പാരൻകൈമിന്റെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലിലോസ് കൊണ്ടാണ്. ഓക്കെ, അതേപോലെ ഈ സെല്ലുകളുടെ ഇടയിൽ, അതായത് ഓരോ സെല്ലുകളും, ഇപ്പൊ ഫ്ലോയം പാരൻകൈമിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ 2 സെല്ലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ചിത്രത്തില്. അപ്പൊ ആ 2 സെല്ലുകൾ തമ്മില് ഒരു കണക്ഷൻ ഉണ്ട്, പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻ. അതിന്റെ ഇടയിൽ ഒരു ചെറിയ കണക്ഷൻസ് ഉണ്ട്, അതായത് മെറ്റീരിയൽസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് there is a plasmodesmatal connection exists between the cell. സെല്ലുകൾ തമ്മില്, ഈ ഫ്ലോയം പാരൻകൈമിന്റെ സെല്ലുകൾ തമ്മിൽ ഒരു പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഫ്ലോയം പാരൻകൈമ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യും, അതായത് റെസിൻ, ലാക്ടസ്, മ്യൂസിലേജ് എന്നൊക്കെ പറയുന്ന ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ, അങ്ങനെയുള്ള സബ്സ്റ്റൻസസും ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഫ്ലോയം പാരൻകൈമയുടെ ജോലി. ഓക്കെ, അപ്പൊ ഫ്ലോയം പാരൻകൈമ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ സെൽ വാൾ ഉണ്ട്, അത് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. അതേപോലെ സെല്ലുകൾ തമ്മിൽ പരസ്പരം ഒരു കണക്ഷൻ, പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻസ് ഉണ്ട്. ഫ്ലോയം പാരൻകൈമ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും. അതേപോലെ റെസിൻസും ലാക്ടസും മ്യൂസിലേജ് എന്ന് പറയുന്ന കുറെ സബ്സ്റ്റൻസസിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോയം പാരൻകൈമ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്ലോയം പാരൻകൈമ എന്ന് പറയുന്നത് മോണോകോട്ടിലിഡൻസിൽ ഇല്ല, ഗ്രാസ് ഫാമിലിയിലും അതിലൊന്നും എന്തില്ല? ഈ ഫ്ലോയം പാരൻകൈമ ഇല്ല. ഇനി ഫ്ലോയം ഫൈബേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഫ്ലോയം ഫൈബേഴ്സ്. ഫ്ലോയം ഫൈബേഴ്സ് അല്ലെങ്കിൽ ബാസ്റ്റ് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ, ബാസ്റ്റ് ഫൈബേഴ്സ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ക്ലീറൻ കൈമാറ്റസ് സെല്ലാണ്. ഓക്കെ, അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്ക്ലീറൻ കൈമാറ്റസ് സെല്ലുകൾ കൊണ്ടാണ്. നമ്മൾ കമ്പാനിയൻ സെല്ലുകൾ പറഞ്ഞില്ലേ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാരൻ കൈമാറ്റസ് സെല്ലുകൾ കൊണ്ടാണ് കമ്പാനിയൻ സെല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫ്ലോയം ഫൈബേഴ്സ് നോക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ക്ലീറൻ കൈമാറ്റസ് സെല്ലുകൾ കൊണ്ടാണ്. അത് ജനറലി അതെന്താണ്? പ്രൈമറി ഫ്ലോയത്തിൽ ഉണ്ടാവില്ല. പ്രൈമറി ഫ്ലോയത്തിൽ എന്തില്ല? ഫ്ലോയം ഫൈബേഴ്സ് ഇല്ല. പക്ഷെ സെക്കൻഡറി ഫ്ലോയത്തിലാണ് അത് കാണപ്പെടുക. പ്രൈമറി ഫ്ലോയം എന്ന് പറയുമ്പോൾ യങ് ഏജിൽ ഉണ്ടാവുന്ന, ആ സമയത്ത് ഉണ്ടാവുന്ന വാസ്കുലർ ബണ്ടിൽസിൽ, അതായത് വാസ്കുലർ ബണ്ടിൽസിലുള്ള പ്രൈമറി ഫ്ലോയത്തിൽ എന്തില്ല? ഈ ഫ്ലോയം ഫൈബേഴ്സ് ഇല്ല. അത് സെക്കൻഡറി ഫ്ലോയം, സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്തൊക്കെ ഈ മെച്ചുവേർഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഫോം ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാവുക? ഈ ഫ്ലോയം ഫൈബേഴ്സ് അതിൽ പ്രസന്റഡ് ആയിരിക്കുക. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത്, ഈ ഫ്ലോയം ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആണ്, അതേപോലെ പോയിന്റഡ് ആണ്. അതായത് അതിന്റെ അറ്റം എന്ന് പറയുന്നത് ഭയങ്കര കൂർത്തിട്ടായിരിക്കും ഉണ്ടാവുക, ഫ്ലോയം ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലോയം ഫൈബേഴ്സിന്റെ സെൽ വാള് ഭയങ്കര തിക്കായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ മെച്യൂരിറ്റിയില് ഈ ഫ്ലോയം ഫൈബേഴ്സ് അതിന്റെ പ്രോട്ടോപ്ലാസം, നിങ്ങൾക്ക് അറിയാലോ എന്താണ് പ്രോട്ടോപ്ലാസം എന്ന്? സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസും കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയാം. അപ്പൊ മെച്യൂരിറ്റി ആവുമ്പോൾ ഈ ഫൈബേഴ്സിന് അതിന്റെ പ്രോട്ടോപ്ലാസം എല്ലാം ലൂസ് ചെയ്തിട്ട് അത് ഡെഡ് ആയിട്ട് മാറും. ഓക്കെ, ഇപ്പൊ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ഈ ഫൈബേഴ്സിന്റെ പ്രോട്ടോപ്ലാസം ഒക്കെ പോയി ഇത് ഡെഡ് ആയി മാറും. ഇപ്പൊ ഫ്ലോയം ഫൈബേഴ്സ് എന്ന് പറയുന്നത്
എന്താണ് സെക്കൻഡറി ഫ്ലോയത്തിലാണ് ഉണ്ടാവുക. പ്രൈമറി ഫ്ലോയത്തിന്റെ സമയത്ത് ഇത് കാണപ്പെടുന്നില്ല. അത് എലോങ്ങേറ്റഡ് ആയിട്ട് ഉള്ള ഒരു പോയിന്റഡ് ആയിട്ടാണ് അതിന്റെ അറ്റമൊക്കെ എന്താണ് കൂർത്തിട്ടാണ് ഇരിക്കുക. അതേപോലെ ഫ്ലോയിം ഫൈബേഴ്സിന്റെ സെൽ വാള് ഭയങ്കര തിക്കാണ്. മെച്യൂരിറ്റിയില് അതിന്റെ പ്രോട്ടോപ്ലാസം എല്ലാം പോയി ഇത് ഡെഡ് ആയിട്ട് മാറുന്നു. അതുപോലെ ജൂട്ട്, ഫ്ലാക്സ്, ഹെംപ്, ഫ്ലാക്സ് സീഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ചണ, ജൂട്ട് എന്ന് പറയുന്നത് ചണയാണ്, ചണനാര്. അപ്പൊ അതൊക്കെ ഈ അതിന്റെയൊക്കെ എന്താണ് ഫ്ലോയം ഫൈബേഴ്സ് നമ്മൾ കൊമേഴ്ഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതത്രേ ഉള്ളൂ. ഫ്ലോയം ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കാനുള്ളത് അത് സ്ക്ലിയറൻ കൈമാറ്റസ് സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്, നിർമ്മിച്ചിട്ടുള്ളതാണ്. അത് ആക്ച്വലി അത് എവിടെയാണ് ഇല്ലാത്തത്, അത് പ്രൈമറി ഫ്ലോയത്തിൽ കാണപ്പെടുന്നില്ല, സെക്കൻഡറി ഫ്ലോയത്തിലാണ് അത് കാണപ്പെടുന്നത്. പ്രോട്ടോപ്ലാസം ലോസ് ചെയ്യും അത് മെച്യൂരിറ്റി ആകുന്ന സമയത്ത്, എന്നിട്ട് അത് ഡെഡായി മാറും. നമ്മൾ അതുപോലെ ഫ്ലാക്സും ഹെമ്പും അതിന്റെയൊക്കെ ഫ്ലോയം ഫൈബേഴ്സ് നമ്മൾ കൊമേഴ്ഷ്യലി കയറുണ്ടാക്കാനൊക്കെ മറ്റുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കയറുണ്ടാക്കാനാണ് ഒരു കൊമേഴ്ഷ്യൽ യൂസ് എന്ന് പറയുന്നത്, കയറുണ്ടാക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ സൈലം പറഞ്ഞല്ലോ. സൈലത്തിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞ പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിലും എന്തുണ്ട്, പ്രോട്ടോഫ്ലോയം ആൻഡ് മെറ്റാഫ്ലോയം ഉണ്ട്. Just like protoxylem and metaxylem, phloem also has protophlloem and metaphlloem. അതിൽ പോലെ തന്നെയാണ് ഫസ്റ്റ് ഫോംഡ് പ്രൈമറി ഫ്ലോയം. അതിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഫസ്റ്റ് ഫോംഡ് പ്രൈമറി സൈലം എന്ന് പറഞ്ഞു. അതേപോലെ ഇതിൽ ഫസ്റ്റ് ഫോം ചെയ്ത പ്രൈമറി ഫ്ലോയം ആണ് പ്രോട്ടോഫ്ലോയം എന്ന് പറയുന്നത്. ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോം ചെയ്യുന്ന പ്രൈമറി ഫ്ലോയത്തില് സീവ് ട്യൂബുകൾ എന്തായിരിക്കും, നാരോ ആയിരിക്കും, വളരെ ചെറുതായിരിക്കും. അങ്ങനെ ചെറിയ സീവ് ട്യൂബുകളുള്ള ആദ്യം ഫോം ചെയ്തിട്ടുള്ള പ്രൈമറി ഫ്ലോയത്തെയാണ് നമ്മൾ പ്രോട്ടോഫ്ലോയം എന്ന് പറയുന്നത്. പിന്നീട് ഫോം ചെയ്യുന്ന ഫ്ലോയത്തിന്, അതായത് ലേറ്റർ ഫോംഡ് ഫ്ലോയത്തിന് വലിയ സീവ് ട്യൂബുകളായിരിക്കും. അതിനെയാണ് നമ്മൾ മെറ്റാഫ്ലോയം എന്ന് പറയുക. അപ്പൊ പ്രോട്ടോഫ്ലോയം ആൻഡ് മെറ്റാഫ്ലോയം എന്ന് പറയുന്നത് പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലത്തിനെ പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ പ്രോട്ടോസൈലത്തിന് എന്താണ് നാരോ ആയിട്ടുള്ള സീവ് ട്യൂബുകളും മെറ്റാസൈലത്തിന് ബിഗ്ഗർ ആയിട്ടുള്ള ഒരു സീവ് ട്യൂബുമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ വ്യത്യാസം. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, പ്രോട്ടോഫ്ലോയം ആൻഡ് മെറ്റാഫ്ലോയം. ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ടിഷ്യൂസിനെ പറ്റി പഠിച്ചു. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനന്റ് ടിഷ്യൂ, അതിന്റെ ഡിവിഷൻസും മറ്റുമായിട്ടാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് തന്നെ പൊസിഷൻ ബേസ് ചെയ്തിട്ടും ഒക്കെയാണ് നമ്മൾ ഡിഫറൻസ്, അതിൽ നമ്മൾ എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം എന്നും എല്ലാം നമ്മൾ പറഞ്ഞു. അതുപോലെ ഒറിജിൻ അനുസരിച്ചിട്ടുള്ള ഡിവിഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത്രയും ഡിവിഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ ഡിവൈഡ് ചെയ്തിട്ട് കുറെ ഇത് പറഞ്ഞു. അതേപോലെ തന്നെ പെർമനന്റ് ടിഷ്യൂസിനെ നമ്മൾ സിമ്പിൾ ടിഷ്യൂസ് എന്നും അതേപോലെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്നും എല്ലാം നമ്മൾ പറയുകയുണ്ടായി. അതെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു, അതിലുള്ള സെല്ലുകളുടെ ടൈപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരം ടിഷ്യൂസിനെ പറ്റി നമ്മൾ സംസാരിച്ചത്. പെർമനന്റ് ടിഷ്യൂസ് ആണെങ്കിൽ അതിന് സെല്ലിന് ഡിവിഷൻ ഉണ്ടാവില്ല, അതിന് സെൽ ലോസ് ദ എബിലിറ്റി ടു ഡിവൈഡ് എന്ന് എന്നിട്ട് അത് പെർമനന്റ് ആയി മാറുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ സെക്കൻഡറി ഗ്രോത്തിന് വേണ്ടി അത് പ്രിപ്പയർ ആവുന്ന ഒരു ഫേസ് ആണ്, അതുകൊണ്ട് നമ്മൾ അത് പെർമനന്റ് ടിഷ്യൂസിൽ കണക്കാക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിന്റെ ഉള്ളിലുള്ള സെല്ലിന്റെ ടൈപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ ടിഷ്യൂസിന്റെ ടൈപ്പ് പറഞ്ഞത് അല്ലെ, അതായത് നമ്മൾ ഡിവൈഡ് ചെയ്തതും ഒക്കെ. പക്ഷെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്ലാന്റില് അതിന്റെ സ്ഥാനം അനുസരിച്ച് സെൽ അല്ലെങ്കിൽ അതിന്റെ ടിഷ്യൂസിന് വ്യത്യാസം വരും. ഒരു പ്ലാന്റ് ബോഡിയിൽ ഈ ടിഷ്യൂസിന് സ്ഥാനങ്ങൾ അനുസരിച്ച് ടിഷ്യൂസിന്റെ ഫങ്ഷനും അതിന്റെ സ്ട്രക്ചറും ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഇപ്പൊ സെല്ലിന്റെ ടൈപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ടിഷ്യൂസിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത പോലെ നമുക്ക് ഇതിന്റെ സ്ഥാനം വെച്ച് നമ്മുടെ അതിന്റെ സ്ട്രക്ചറിലും ഫങ്ഷനിലും ഡിഫറെന്റ് വരാം. അങ്ങനെ അതിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ സ്ഥാനവും അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ആകൃതിയും ബേസ് ചെയ്തിട്ട് നമുക്ക് 3 ടൈപ്പ് ടിഷ്യൂ സിസ്റ്റം നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോ
പ്ലാന്റിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പുറമെയുള്ള ഭാഗത്തിന്റെ തൊട്ട് താഴെയുള്ള ഭാഗം, അല്ലെങ്കിൽ അതും കഴിഞ്ഞ് ഏറ്റവും ഉള്ളിലുള്ള വാസ്കുലർ ബണ്ടിൽസ് ഉള്ള ഭാഗം, അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്തിന്റെ ബേസിലാണ്? ലൊക്കേഷന്റെ ബേസിലാണ്, സ്ഥാനത്തിന്റെ ബേസിൽ, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിന്റെയും ഫങ്ഷന്റെയും ബേസിലൊക്കെ നമുക്ക് മെയിൻലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലൊക്കേഷൻ ആണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് എന്നോ അല്ലെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയാം, വാസ്കുലർ ഓർ കണ്ടക്ടിങ് ടിഷ്യൂ സിസ്റ്റം. അപ്പൊ ഏതൊക്കെയാണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, നമ്മൾ അടുത്തത് നമുക്ക് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ എന്ന് പറയാൻ കാരണം അതാണ് ഏറ്റവും കൂടുതൽ ഒരു പ്ലാന്റിലുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ അതിന് ഫണ്ടമെന്റൽ എന്ന് പറയാൻ കാരണം. ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. ഇനി വാസ്കുലർ അല്ലെങ്കിൽ കണ്ടക്ടിങ് അല്ലെ, അത് കണ്ടക്ഷൻ ആണ് സഹായിക്കുന്നത്, ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസിനാണല്ലോ വാസ്കുലർ ടിഷ്യൂസ്, വാസ്കുലർ ബണ്ടിൽസിലുള്ള സൈലവും ഫ്ലോയും സഹായിക്കുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ വാസ്കുലർ ഓർ കണ്ടക്ടിങ് എന്ന് പറയുന്നു, കണ്ടക്ടിങ് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നു. So based upon the structure and location, the tissue system is divided into epidermal tissue system, the ground or fundamental tissue system, and the vascular or conducting tissue system. ഈ 3 ടിഷ്യൂ സിസ്റ്റം ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. അപ്പൊ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക എന്നുള്ളതാണ്. അതിൽ ആദ്യമായിട്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം, നമ്മളുടെ ശരീരം കവർ ചെയ്തിരിക്കുന്നത് എന്താണ്? സ്കിന്ന് വെച്ചിട്ടാണ് എന്നറിയാം. അതേപോലെ തന്നെ പ്ലാന്റ്സിനും എന്തുണ്ട്? ഒരു സ്കിന്നുണ്ട് അല്ലെ? അതാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. സോ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഒരു ഔട്ടർ കവറിങ് അത് ഫോം ചെയ്യുന്നത്, അതായത് മൊത്തമായിട്ടുള്ള ഒരു പ്ലാന്റ്സിന് മൊത്തം ഉള്ള ഒരു കവറിങ് ആണ്. അതില് എന്തൊക്കെ വരുന്നുണ്ട്? ആ എപ്പിഡെർമിസ് ടിഷ്യൂ സിസ്റ്റത്തില് വരുന്നതാണ് എപ്പിഡെർമൽ സെല്ല്, എപ്പിഡെർമൽ സെൽസ് വരുന്നുണ്ട്, സ്റ്റൊമാറ്റ വരുന്നുണ്ട്, അതേപോലെ ഹെയേഴ്സ് ഉണ്ട് അതില് അല്ലെ, അതായത് ട്രൈക്കോംസ് എന്ന് പറയും. ട്രൈക്കോംസ് എന്ന് പറയുമ്പോൾ സ്റ്റെമ്മിലാണെങ്കിൽ അതിന് നമ്മൾ അവിടെ സ്റ്റെം ഹെയേഴ്സ് ഉണ്ടാവും അല്ലെ, സ്റ്റെം ഹെയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് ലീവ്സിലാണെങ്കിലും ചെറിയ ചെറിയ ഹെയേഴ്സ് ഉണ്ടാവുന്നുണ്ട്, അതിൽ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് പറയാം. ഇനി റൂട്ട് ആണെങ്കിൽ എന്താ? റൂട്ടിലും ഹെയേഴ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോ ഹോൾ പ്ലാൻ ബോഡി കവർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? എപ്പിഡെർമൽ സെല്ലുകൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പിഡെർമസ് ടിഷ്യൂ സിസ്റ്റത്തില് എന്തൊക്കെയാണ് ഉള്ളത്? എപ്പിഡെർമൽ സെൽസ് ഉണ്ട്, സ്റ്റൊമാറ്റ ഉണ്ട്, എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് പറയുന്ന ട്രൈക്കോംസും ഹെയേഴ്സും ഉണ്ട്. ട്രൈക്കോംസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെമ്മിലാണെങ്കിൽ അതിൽ ഹെയേഴ്സ് ഉണ്ട്, റൂട്ടിലാണെങ്കിൽ നമുക്ക് റൂട്ട് ഹെയേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഔട്ടർമോസ്റ്റ് ലെയർ ആണ്. ഒരു പ്ലാന്റ് ബോർഡിന്റെ ഏറ്റവും പുറമെയുള്ള ഒരു ലെയർ ആണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്ന് പോലെ തന്നെ ഒരു പ്ലാന്റ് ബോർഡിനെ കവർ ചെയ്തിട്ടുള്ളത് എപ്പിഡെർമിസ് കൊണ്ടാണ്. അതിൽ എങ്ങനെയാണ് എപ്പിഡെർമിസ് ഉള്ളത്? നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം. എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഒരു ലെയർ ആയിട്ടുള്ള സെല്ലാണ്, ഒറ്റ ലെയറേ ഉള്ളൂ, സിംഗിൾ ലെയർ ആണ്. അതിന് താഴെയായിട്ട് വേറൊരു ലെയർ നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നില്ല. സിംഗിൾ ലെയേർഡ് ആയിട്ടുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ലെയർ ആണ്. അതിനൊരു ബ്രേക്ക് ഒന്നുമില്ല. അത് ഫുൾ പ്ലാൻ ബോർഡിനെ കവർ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ബോർഡിന്റെ ഒരു ഔട്ടർമോസ്റ്റ് ലെയർ ആണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ലെയർ ആണ്, സിംഗിൾ ലെയർ ആണ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എന്ത് സെല്ലുകളാണ്? പാരൻ കൈമാറ്റ സെല്ലുകളാണ്. പാരൻ കൈമാറ്റ സെല്ലുകളാണ്. അതിനുള്ളിൽ സെല്ലിൽ കുറച്ച് എമൗണ്ട് സൈറ്റോപ്ലാസം ഉണ്ട്, അതേപോലെ സെൽവാൾ ഉണ്ട്, ഒരു വലിയ വാക്യൂൾ ഉണ്ട്. അപ്പൊ എപ്പിഡെർമൽ സെൽ കൺസിസ്റ്റ് ഓഫ് a large vacuole, a little amount of cytoplasm and the cell wall
എന്ന് നമുക്ക് പറയാം. ഇത് പാരൻകൈമാറ്റസ് സെല്ലുകളാണ്. എപ്പിഡെർമൽ സെല്ലുകൾ എന്ന് പറയുന്നത് പാരൻകൈമാറ്റസ് സെല്ലുകളാണ്. ഇതിന് കുറച്ച് എമൗണ്ട് സൈറ്റോപ്ലാസം ഉണ്ട്, സെൽ വാൾ ഉണ്ട്, വലിയൊരു വാക്യൂൾ ഉണ്ട്. എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ലെയർ ആണ്, പ്ലാൻ ബോഡിനെ മൊത്തം കവർ ചെയ്യുന്ന ഒരു ലെയർ ആണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. പ്ലാൻ ബോഡിനെ മൊത്തം കവർ ചെയ്യുന്നു. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലെയർ. ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറയാം, പ്ലാൻ ബോഡിന്റെ ഔട്ടർമോസ്റ്റ് ലെയർ ആണ്. കോമ്പാക്റ്റ് ആയിട്ട് ഇലോങ്ങേറ്റഡ് ആയിട്ടാണ് അതിന്റെ സെല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാരൻകൈമാറ്റസ് സെല്ലുകളാണ്. വലിയൊരു വാക്യൂൾ ഇതിനുണ്ട്, ഒരു സെൽ വാൾ ഉണ്ട്, കുറച്ച് എമൗണ്ട് സൈറ്റോപ്ലാസം ഉണ്ട്. നമുക്ക് ചില ചെടികളിൽ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, താമരയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ലീവ്സിൽ അതിന്റെ ലീഫ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കഴിയുമ്പോൾ അത് ശരിക്കും വെള്ളം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത് കാണാൻ സാധിക്കും. ഇറ്റ്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ വാക്സി ലെയർ. ഒരു വാക്സി ലെയർ ഉണ്ടാവും അതിന് പുറത്ത്. അത് നമ്മൾ ക്യൂട്ടിക്കിൾ എന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് ചിത്രത്തിലും കാണാം, എപ്പിഡെർമിസിന് മേലെയായിട്ടൊരു ലെയർ ആണത് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. എപ്പിഡെർമിസിന്റെ പുറം ഭാഗം അല്ലെങ്കിൽ അതിന്റെ ചുറ്റും ഔട്ട്സൈഡ് ഒരു വാക്സി ലെയർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. എന്തിനാണ് ക്യൂട്ടിക്കിൾ? വാട്ടർ ലോസ് തടയാൻ വേണ്ടി ആണ് ഈ ഒരു വാക്സി ലെയർ ഉള്ളത്. ക്യൂട്ടിക്കിൾ എന്തിനാണ്? വാട്ടർ ലോസ് തടയാൻ വേണ്ടിയിട്ടാണ്. സൺലൈറ്റിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പൊ റൂട്ടിൽ ഇത് ഉണ്ടാവില്ലല്ലോ. റൂട്ട് എവിടെയായിരിക്കും? അത് റൂട്ട് എപ്പോഴും സോയിലിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് എക്സ്പോസ്ഡ് അല്ല, സൺലൈറ്റുമായിട്ട് അതിന് കോണ്ടാക്ട് വരുന്നില്ല. റൂട്ടില് ക്യൂട്ടിക്കിളിന്റെ ആവശ്യമില്ല. പക്ഷെ സ്റ്റെംസിലും അതിന്റെ ബ്രാഞ്ചസിലാണ്, അതേപോലെ ലീവ്സിലൊക്കെ, മെയിൻലി ലീവ്സിലൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ലീവ്സ് ആണ്. അപ്പൊ ലീവ്സിലാണ് ഏറ്റവും കൂടുതൽ, ലീവ്സിലും അതുപോലെ സ്റ്റെംസിലും ഇതിലെല്ലാം എന്തുണ്ട്? ക്യൂട്ടിക്കിൾ ഉണ്ട്. പക്ഷെ അത് റൂട്ടില് ക്യൂട്ടിക്കിൾ ആബ്സെന്റ് ആയിരിക്കും. അപ്പൊ എപ്പിഡെർമിസിനൊപ്പം തന്നെ അതിന്റെ പുറമേ ആയിട്ടൊരു വാക്സി ലെയർ ഉണ്ട്, ഒരു വാക്സി തിക്ക് ലെയർ ഉണ്ട്. നമ്മൾ അതിന് പറയുന്ന പേരാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് ക്യൂട്ടിക്കിൾ. സോ അതാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. സോ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എപ്പിഡെർമിസ് സെല്ലുകൾ ഉണ്ട്, അല്ലെങ്കിൽ എപ്പിഡെർമിസ് ഉണ്ട്. അതിനുശേഷം അതില് സ്റ്റൊമാറ്റിയ ഉണ്ട്. സ്റ്റൊമാറ്റിയം, പിന്നെ ഇതിൽ വരുന്നത് ട്രൈക്കോംസ് ആണ്, സ്റ്റെം ഹെയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ റൂട്ട് ഹെയേഴ്സ് ആയിരിക്കും. അതൊക്കെയാണ് എന്ത് വരുന്നത്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തില് വരിക. അപ്പൊ ഇതാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ബേസ്ഡ് ഓൺ ദ location and its structure and function, tissue system is mainly classified into 3: epidermal tissue system, ground or fundamental tissue system, vascular or conducting tissue system. അതിൽ ആദ്യത്തെയാണ് നമ്മൾ പറഞ്ഞത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഇനി നമ്മൾ ഇതിൽ പറഞ്ഞൊരു കാര്യമാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ സ്റ്റൊമാറ്റ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. സ്റ്റൊമാറ്റയും കൂടി അടങ്ങുന്നതാണ് ഈ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റയും കൂടി ഉൾപ്പെടുന്നതാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ. സ്റ്റൊമാറ്റ ഉണ്ട്, അതേപോലെ ട്രൈക്കോം ഉണ്ട്, ട്രൈക്കോംസ് ആൻഡ് ഹെയേഴ്സ് ഉണ്ട്, പിന്നെ എപ്പിഡെർമൽ സെൽസ് ഉണ്ട്. ഇതൊക്കെ കൂടിയുള്ളതാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. അപ്പൊ നമുക്ക് സ്റ്റൊമാറ്റിനെ പറ്റിയിട്ട് എന്തായാലും പറയണം. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ലീവ്സിന്റെ എപ്പിഡെർമിസിലാണ് സ്റ്റൊമാറ്റകൾ കാണപ്പെടുന്നത്. സ്റ്റൊമാറ്റകൾ എവിടെയാണ്? ലീവ്സില് എപ്പിഡെർമിസിൽ തന്നെ കാണാൻ പറ്റുന്ന സ്ട്രക്ചറുകളാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ലീവ്സിലാണ് എന്തുള്ളത്? സ്റ്റൊമാറ്റ ഉള്ളത്. ലീവ്സിന്റെ എപ്പിഡെർമിസിൽ തന്നെയാണ് സ്റ്റൊമാറ്റ കാണുന്നത്. സ്റ്റൊമാറ്റ എന്താണ് ചെയ്യുന്നത്? എന്താണ് അതിന്റെ ഫങ്ഷൻ എന്ന് നോക്കാം. സ്റ്റൊമാറ്റ ചെയ്യുന്ന ജോലി എന്താന്ന് വെച്ചാൽ ട്രാൻസ്പിരേഷനും ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനും ഹെൽപ്പ് ചെയ്യുന്നു. ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ശരീരത്തില് എക്സ്ട്രാ ആയിട്ട് വരുന്ന എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് ഒക്കെ പുറന്തള്ളാനായിട്ട് നമ്മുടെ ശരീരത്തില് സിസ്റ്റംസ് ഉണ്ട്, അല്ലെ. യൂറിനിലൂടെ പാസ് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. എക്സ്ട്രാ വാട്ടറും എല്ലാം യൂറിനിലൂടെ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വെറ്റ് ചെയ്ത് പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു പ്ലാന്റിനാണെങ്കിൽ അതിനും പലതരത്തിലുള്ള എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സുകൾ വിഡ്രോ അല്ലെങ്കിൽ എന്താ പറയാ പുറന്തള്ളാനായിട്ട്
ഉള്ള മാർഗത്തിൽ ഒന്നാണ് ട്രാൻസ്പിരേഷൻ എന്ന് നമുക്ക് പറയാം. എക്സ്ട്രാ വരുന്ന വെള്ളമെല്ലാം ട്രാൻസ്പിരേഷനിലൂടെ പുറത്തേക്ക് പോകുന്നു. അത് എന്ത് വഴിയാണ് പുറത്തേക്ക് പോകുന്നത്? സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെ ട്രാൻസ്പിരേഷൻ വഴി ഇവോപ്പറേറ്റ് ചെയ്ത് നീരാവിയായി വെള്ളം അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അതേപോലെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നതും ഈ സ്റ്റൊമാറ്റയിലൂടെയാണ്. അതേപോലെ സ്റ്റൊമാറ്റ റെസ്പിറേഷന്റെ സമയത്താണെങ്കിലും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? സ്റ്റൊമാറ്റയാണ്. സോ സ്റ്റൊമാറ്റ റെഗുലേറ്റ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പിരേഷൻ ആൻഡ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. അതേപോലെ സ്റ്റൊമാറ്റിന്റെ സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റൊമാറ്റ സ്ട്രക്ചർ നമുക്ക് നോക്കാം. സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റൊമാറ്റ ഡൈക്കോട്ടിലും മോണോക്കോട്ടിലും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഡൈക്കോട്ടിന്റെ കാര്യം എടുത്തിട്ട് നമുക്ക് പറയാം. സ്റ്റൊമാറ്റയില് അതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ സ്റ്റൊമാറ്റ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റൊമാറ്റ എന്ന് എല്ലാത്തിനെയും കൂടി പറയുന്നതാണ്. ഇനി നമുക്ക് സ്റ്റൊമാറ്റിനെ ഒന്നായിട്ട് പറയാം, സ്റ്റോമ എന്ന് നമുക്ക് പറയാം. ഓരോ സ്റ്റോമയും അതിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന അതിലുള്ളത് 2 ബീൻ ഷേപ്പ്ഡ് ആയിട്ടുള്ള സെല്ലുകളാണ്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാലോ 2 ബീൻ ഷേപ്പ്ഡ് അല്ലെ? 2 ബീൻ ഷേപ്പ്ഡ് ആയിട്ടുള്ള സെല്ലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, 2 ബീൻ ഷേപ്പ്ഡ് സെല്ലുകൾ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ഗോഡ് സെൽസ് എന്ന് പറയും. ഗോഡ് സെൽസ് എന്നാണ് പറയുക. ഈ ഗോഡ് സെൽ എന്താണ് ചെയ്യുന്നത്? ഗോഡ് സെല്ലിന്റെ നടുവിലായിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്പണിംഗ് കാണാൻ പറ്റുന്നില്ലേ? ഓപ്പണിംഗ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു യെല്ലോ കളറിൽ നിങ്ങൾക്ക് ഒരു ഓപ്പണിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഓപ്പണിങ്ങുമായിട്ട് എൻക്ലോസ് ചെയ്തിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. ഇപ്പൊ ഓരോ സ്റ്റോമയും 2 ബീൻ ഷേപ്പ്ഡ് സെല്ലുകൾ കൊണ്ട് അതിൽ 2 ബീൻ ഷേപ്പ്ഡ് സെല്ലുകൾ ഉണ്ട്. അതിന് നമ്മൾ ഗോഡ് സെല്ലുകൾ എന്ന് പറയും. ആ ഗോഡ് സെല്ലുകൾ ഉള്ളത് സ്റ്റൊമാറ്റൽ പോറിന്റെ 2 ഭാഗത്തായിട്ടാണ് ഈ ഗോഡ് സെല്ലുകൾ ഉള്ളത്. അപ്പൊ ഈ ഗോഡ് സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തിനായിരിക്കും സഹായിക്കുന്നത്? ഈ ഗോഡ് സെല്ലുകൾ ഈ സ്റ്റൊമാറ്റൽ പോർ എന്ന് പറയുന്ന ഈ ഓപ്പണിങ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് തുറക്കുന്നതും അടയ്ക്കുന്നതും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഗോഡ് സെൽ ആയിരിക്കും. ഓക്കെ, ഈ ഗോഡ് സെല്ലിന്റെ ഔട്ടർ വാൾ എന്ന് പറയുന്നത്, ഈ ഗോഡ് സെല്ലിന്റെ ഔട്ടർ വാള് എന്ന് പറയുന്നത് തിന്നായിരിക്കും. ഓക്കെ, ഈ ഗോഡ് സെല്ലിന്റെ ഔട്ടർ വാളില്ലേ, ഈ ഔട്ടർ വാൾ എന്ന് പറയുന്നത് തിന്നാണ്. പക്ഷെ ഇന്നർ വാൾ എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിരിക്കും. ഔട്ടർ വാൾ ഈസ് തിൻ, ഇന്നർ വാൾ ഈസ് തിക്ക്. ഇന്നർ വാള് തിക്കും ഔട്ടർ വാള് തിന്നുമാണ്. ഓക്കെ, സ്റ്റൊമാറ്റൽ അപ്പേച്ചർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ നടുവിലുള്ള ഇതാണ് സ്റ്റൊമാറ്റൽ അപ്പേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഔട്ടർ വാള് തിന്നും ഇന്നർ വാള് നല്ല തിക്കുമായിട്ടാണ് നമുക്ക് സ്റ്റൊമാറ്റയിൽ, അതായത് ഗോഡ് സെല്ല്, ഒരു സ്റ്റൊമാറ്റയിലുള്ള ഗോഡ് സെല്ലിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഡംബൽ ഷേപ്പ്ഡ് ആയിരിക്കും. എന്തില്? ഡൈക്കോട്ടില് നമുക്ക് പറയുകയാണെങ്കിൽ അത് ഡംബൽ ഷേപ്പ്ഡ് ആണ് ഗോഡ് സെല്ലുകൾ. ഓക്കെ, ഇപ്പൊ ഗോഡ് സെല്ലിന്റെ ഔട്ടർ വാൾ എന്ന് പറയുന്നത് തിന്നും ഇന്നർ വാൾ എന്ന് പറയുന്നത് തിക്കനിങ് ആയിട്ട്, നല്ല തിക്കനായിട്ട് ആയിരിക്കും ഉണ്ടാവുക. ഈ ഗോഡ് സെല്ലിലാണ് എന്തുള്ളത്? ക്ലോറോപ്ലാസ്റ്റുകൾ ഉള്ളത്. ഗോഡ് സെല്ലുകളില് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് സ്റ്റൊമാറ്റിന്റെ നമ്മൾ പറഞ്ഞല്ലോ ക്ലോസിങ് ആൻഡ് ഓപ്പണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ഗോഡ് സെൽ പോസസ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് റെഗുലേറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റിന്റെ ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ ഗോഡ് സെല്ലാണ്. അതേപോലെ ചില സമയത്ത് കുറച്ച് എപ്പിഡെർമസ് സെല്ലുകൾ ഉണ്ടല്ലോ. അപ്പൊ ഈ എപ്പിഡെർമസിലാണല്ലോ ഈ സ്റ്റൊമാറ്റ ഉള്ളത്. അപ്പൊ അതിന് ചുറ്റുമുള്ള കുറച്ച് എപ്പിഡെർമസ് സെല്ലുകള്, അത് ഗോഡ് സെല്ലിന്റെ ചുറ്റുമുള്ള കുറച്ച് എപ്പിഡെർമസ് സെല്ലുകള് സ്പെഷ്യലൈസ് ചെയ്ത് അതിന്റെ സൈസിലും ഷേപ്പിലും ഒക്കെ മാറ്റങ്ങൾ വന്ന് അതൊരു വേറൊരു സെല്ലുകളായി മാറും. അതിന് നമ്മൾ സബ്സിഡിയറി സെല്ലുകൾ എന്ന് പറയും. നിങ്ങൾക്ക് ആ ഗോഡ് സെല്ലിന് ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ട്, അതായത് വേറുള്ള എപ്പിഡെർമസ് സെല്ലിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ സെല്ലുകളായി ഇത് മാറും. അതിന് നമ്മൾ സബ്സിഡിയറി സെല്ലുകൾ എന്ന് നമ്മൾ പറയും. അപ്പൊ ആ ഓപ്പണിംഗ് എന്ന് പറയുന്ന സ്റ്റൊമാറ്റൽ അപ്പേച്ചർ, അതിന് പുറമേയുള്ള ഗോഡ് സെല്ല്,
അതിന് ചുറ്റുമുള്ള സബ്സിഡിയറി സെല്ല്, ഇതെല്ലാം ചേർന്ന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറയും. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്നാണ് ഇതിന് മൂന്നിനെയും കൂടി നമ്മൾ വിളിക്കുന്ന പേര്. ഏതൊക്കെയാണ്? സ്റ്റൊമാറ്റൽ പോറ്, ആ ഗോഡ് സെല്ല്, അതിന് ചുറ്റുമുള്ള സബ്സിഡിയറി സെല്ലിനെയും കൂടി ചേർത്തിട്ടാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് നമ്മൾ പറയുക. ഓക്കെ, അതാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ലീവ്സിന്റെ എപ്പിഡെർമസിലാണ് നമുക്ക് കാണാൻ പറ്റുക. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ട്രാൻസ്പിരേഷൻ അതേപോലെ തന്നെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓരോ സ്റ്റോമയിലും എന്താണുള്ളത്? ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള, ഞാൻ അപ്പോഴെ തെറ്റിച്ച് പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞത് ഈ ഗോഡ് സെല്ലുകൾ എന്ന് പറയുന്നത് ബീൻ ഷേപ്ഡ് ആയിട്ടുള്ളത് ഏതിലാണ്? ഡൈക്കോട്ടില് ബീൻ ഷേപ്ഡ് ആണ്. പക്ഷെ മോണോകോട്സിലാണ് എന്ത്? ഡംബൽ ഷേപ്ഡ്. കണ്ടോ? മോണോകോട്ടില് ഡംബൽ ഷേപ്ഡ് ആയിരിക്കും ഉണ്ടാവുക. മോണോകോട്ടിൽ അത് ഡംബൽ ഷേപ്ഡ് ആയിരിക്കും, ഡൈക്കോട്ടിലാണ് അത് ബീൻ ഷേപ്ഡ് ആയിരിക്കുക. ഓക്കെ, മോണോകോട്ടിൽ അത് ഡംബൽ ഷേപ്ഡും ഡൈക്കോട്ടിൽ എന്തായിരിക്കും? ബീൻ ഷേപ്ഡും ആയിരിക്കും. എന്ത്? ഗോഡ് സെല്ലുകൾ. ഗോഡ് സെല്ലുകൾ മോണോകോട്ടിൽ ഡംബൽ ഷേപ്ഡും ഡൈക്കോട്ടിൽ ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള സെല്ലുകളുമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് അത്രയേ ഉള്ളൂ. അതാണ് സ്റ്റൊമാറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ട്രൈക്കോംസ് ആൻഡ് റൂട്ട് ഹെയർസ്. നമ്മൾ പറഞ്ഞു എപ്പിഡെർമിസ്. എന്താണ് എപ്പിഡെർമിസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ സ്റ്റൊമാറ്റിനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ ട്രൈക്കോംസും റൂട്ട് ഹെയർസും അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതിനെ പറ്റിയിട്ട് അതും കൂടിയിട്ടുള്ളതാണ് നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പഠിച്ചു വരുന്നത്. അടുത്ത നമ്മൾ ട്രൈക്കോംസ് ആൻഡ് റൂട്ട് ഹെയർസ് എന്നതിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാം, റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത് റൂട്ട്സിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹെയർസ് ആണ് അല്ലെ. അപ്പോ അതിന്റെ എപ്പിഡെർമിസിൽ ഇപ്പൊ റൂട്ടിലുള്ള എപ്പിഡെർമിസിൽ ചില സെല്ലുകൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ചെറിയ ചെറിയ ഒരു അതിന് ചെറിയൊരു പ്രൊജക്ഷൻ ആയിട്ട് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്നതാണ് റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത്. യൂണിസെല്ലുലർ ആണ്. യൂണിസെല്ലുലർ ആയിട്ടുള്ള ഒരു ഇലോങ്ങേഷൻ ആണ്. അത് വാട്ടറും മിനറൽസും സോയിലിൽ നിന്നും അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത് അതിന്റെ റൂട്ടിന്റെ എപ്പിഡെർമിസ് യൂണിസെല്ലുലർ ആയിട്ടൊരു പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നു. അത്രയേ ഉള്ളൂ. യൂണിസെല്ലുലർ ആണിത്. അത് വെള്ളവും മിനറൽസും എല്ലാം സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യാനാണ് റൂട്ട് ഹെയർസ് സഹായിക്കുക. ഇനി നമ്മൾ ട്രൈക്കോംസ് പറയുമ്പോൾ എന്താണ്? സ്റ്റെമ്മിലുള്ള എപ്പിഡെർമൽ ഹെയർസിനെയാണ് നമ്മൾ ട്രൈക്കോംസ് എന്ന് പറയുന്നത്. ട്രൈക്കോംസ് എന്ന് പറയുന്നത് സ്റ്റെമ്മിലുള്ള എപ്പിഡെർമൽ ഹെയർസിനെയാണ് നമ്മൾ ട്രൈക്കോംസ് എന്ന് പറയുക. അപ്പൊ അതെന്തായിരിക്കും? റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത് യൂണിസെല്ലുലർ ആണ്. പക്ഷെ ട്രൈക്കോംസ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലർ ആണ്. ചിലപ്പോൾ അത് സോഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഭയങ്കര ഹാർഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അത് ബ്രാഞ്ചഡ് ആയിരിക്കാം, ചിലപ്പോൾ അത് അൺബ്രാഞ്ചഡ് ആയിരിക്കാം. അപ്പോ ട്രൈക്കോംസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെമ്മിലുള്ള എപ്പിഡെർമൽ ഹെയർ ആണ്. അത് ഭയങ്കര സ്റ്റിഫ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ നല്ല കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കും, ബ്രാഞ്ചഡ് ആവാം, അല്ലെങ്കിൽ അൺബ്രാഞ്ചഡ് ആവാം. ചിലപ്പോൾ അത് വല്ല സെക്രീഷൻസ് ഒക്കെ പുറത്തുവിടുന്നുണ്ടാവാം. അതായത് വേറുള്ള അനിമൽസിൽ നിന്നും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? ചില പ്ലാന്റ്സുകളിലൊക്കെ ഈ എപ്പിഡെർമൽ ഹെയർസ്, അതായത് സ്റ്റെമ്മിലുള്ള എപ്പിഡെർമൽ ഹെയർസ് എങ്ങനെയായിരിക്കും? അത് സെക്രീഷൻ, ചില സെക്രീഷൻസ് അല്ലെങ്കിൽ ടോക്സിൻസ് ഒക്കെ പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഹെയർസും കാണാൻ സാധിക്കും നമുക്ക് ചില പ്ലാന്റ്സിൽ. അപ്പോ ട്രൈക്കോംസ് എന്ന് പറയുന്നത് സ്റ്റെമ്മിലുള്ള എപ്പിഡെർമൽ ഹെയർസ് ആണ്. അത് മൾട്ടി സെല്ലുലർ ആണ്. ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റിഫ് ആയിട്ടോ കാണപ്പെടും. അത് ചിലപ്പോൾ സെക്രീറ്ററി ആയിരിക്കും അല്ലെ. ചില സ്രവങ്ങളൊക്കെ സ്രവിപ്പിക്കും ചില സമയത്ത്. അത് സെക്രീറ്ററി ആയിട്ട് മാറുന്നുണ്ട്. എന്തിനാണ് ട്രൈക്കോംസ് സഹായിക്കുന്നത്? ട്രാൻസ്പിരേഷൻ മൂലമുണ്ടാവുന്ന അധികമായിട്ട് വെള്ളം പുറത്തേക്ക് പോകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് ട്രൈക്കോംസ് ആണ്. ട്രാൻസ്പിരേഷൻ ആവശ്യമാണ്, പക്ഷേ ഒരു പരിധിക്ക് അപ്പുറം എന്ത് ചെയ്യില്ല. ഈ ഒരു പരിധിക്ക് അപ്പുറം വെള്ളം പ്ലാന്റ്സിന്റെ ബോഡിയിൽ നിന്ന് നഷ്ടമാകുന്നതും ട്രാൻസ്പിരേഷൻ വഴിയാണ്. അപ്പോ വാട്ടർ ലോസ് എന്ന് പറയുന്നത് ട്രാൻസ്പിരേഷൻ വഴിയുള്ള വാട്ടർ ലോസിനെ തടയാൻ
സഹായിക്കുന്നത് എന്താണ്? ട്രൈക്കോംസ് ആണ്. അപ്പൊ അത് അത്രേ ഉള്ളൂ. ട്രൈക്കോംസ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അപ്പൊ റൂട്ട് ഹെയർസ് എന്താന്ന് മനസ്സിലായി, ട്രൈക്കോംസ് എന്താന്ന് മനസ്സിലായി, നമ്മൾ സ്റ്റൊമാറ്റോ ഓൾറെഡി പറഞ്ഞു, പിന്നെ നമ്മൾ എപ്പിഡെർമിസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ അതാണ്, ഇതെല്ലാം കൂടിയുള്ളതാണ് എന്ത്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആണ് നോക്കുന്നത്. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം പറഞ്ഞു. നമ്മൾ പറഞ്ഞു ബേസ്ഡ് അപ്പോൺ ദ സ്ട്രക്ചർ, ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ ദ ടിഷ്യൂ സിസ്റ്റം ഇസ് ഡിവൈഡഡ് ഇൻടു ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, അതേപോലെ തന്നെ വാസ്കുലർ ഓർ കണ്ടക്ടിങ് ടിഷ്യൂ സിസ്റ്റം, ദ ഫണ്ടമെന്റൽ ഓർ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെയാണ് നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന് ശേഷം നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നതാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. നമ്മൾ ആദ്യം പഠിച്ച എപ്പിഡെർമിസ് എന്ന് പറയുന്ന റൂട്ട് ഹെയർസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റെം ഹെയർസോ എന്തോ ആയിക്കോട്ടെ, അതും അതേപോലെ തന്നെ സ്റ്റൊമാറ്റ, ആ എപ്പിഡെർമൽ സെല്ലുകൾ, അതേപോലെ തന്നെ ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന വാസ്കുലർ ബണ്ടിലുകൾ, സൈലം ഫ്ലോയം എന്ന് പറയുന്ന വാസ്കുലർ ബണ്ടിലുകൾ ഉള്ളൊരു ആ സ്ഥലവും, ഈ രണ്ട് ടിഷ്യൂസും, ഈ രണ്ട് ലെയേഴ്സും ഒഴിച്ചിട്ടുള്ള എല്ലാ ടിഷ്യൂസും, എപ്പിഡെർമിസ് എന്ന് പറയുന്ന ലെയറും വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുന്ന ആ ഭാഗവും ഒഴിച്ച് കാണപ്പെടുന്ന ഈ രണ്ടും അല്ലാതെ കാണപ്പെടുന്ന എല്ലാ ടിഷ്യൂസിനെയും നമ്മൾ പറയുന്ന പേരാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഒരു മേജർ പോർഷൻ എന്തായിരിക്കും? ഈ സിസ്റ്റം, ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം തന്നെയായിരിക്കും. കാരണം കൂടുതൽ സെല്ലുകളും എന്താണ്, ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക നമ്മളൊരു സ്റ്റെമ്മിന്റെയോ അല്ലെങ്കിൽ റൂട്ടിന്റെയോ, നമ്മളൊരു അല്ലെങ്കിൽ ലീഫിന്റെ ആണെങ്കിലും എല്ലാം നമ്മളൊരു LS എടുത്ത് നോക്കുകയാണ്, ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഒരു ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആയിരിക്കും. എപ്പിഡെർമിസും വാസ്കുലർ ബണ്ടിൽസും ഒഴികെയുള്ള ബാക്കി എല്ലാ ടിഷ്യൂസിനെയും നമ്മൾ ചേർത്ത് പറയുന്ന പേരാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? നമ്മൾ സിമ്പിൾ ടിഷ്യൂസ് ഓൾറെഡി പഠിച്ചില്ലേ, എന്തൊക്കെയാണ്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാരൻകൈമയും കോളൻകൈമയും സ്ക്ലീറൻകൈമയും ഒക്കെ ആയിരിക്കും ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഇനി പാരൻകൈമാറ്റ സെല്ലുകൾ തന്നെ നമ്മൾ പഠിക്കും. എന്താണ് കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം, എന്താണ് പെരിസൈക്കിൾ, പിത്ത് എന്താണ്, മെഡുലറി റേസ് എന്താണ് എന്നൊക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക്, അനാട്ടമിയിലേക്ക് കൂടുതലായിട്ടും നമ്മൾ ആ ക്രോസ് സെക്ഷൻസ് ഒക്കെ വെച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കോർട്ടെക്സ്, എവിടെയാണ് കോർട്ടെക്സ് കാണപ്പെടുക എന്നുള്ളതും. എപ്പിഡെർമിസിന്റെ തൊട്ട് താഴെയായിട്ടുള്ള ഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ആ കോർട്ടെക്സും കഴിഞ്ഞിട്ട് നമുക്ക് എൻഡോഡെർമിസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെയും താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പെരിസൈക്കിൾ എന്ന് പറയുന്നത്. ഏറ്റവും സെന്ററിലായിട്ട് നമുക്ക് പിത്ത് എന്ന് പറയുന്ന ഭാഗമുണ്ട്. സൈലം ഫ്ലോയത്തിന്റെയും ഇടയിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുറച്ച് സെല്ലുകൾ, കുറച്ച് പാച്ചസ് ഓഫ് സെൽസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനാണ് നമ്മൾ മെഡുലറി റേസ് എന്ന് പറയുക. അത് നമുക്ക് സെക്ഷൻസ് ഒക്കെ വെച്ചിട്ട്, ക്രോസ് സെക്ഷൻസ് വെച്ചിട്ട് നമുക്ക് അതിന്റെ അനാട്ടമി പഠിക്കുന്ന സമയത്ത് ഓരോ ഭാഗവും എന്താണ്, ഇപ്പൊ റൂട്ടിലാണെങ്കിലും സ്റ്റെമ്മിലാണെങ്കിലും ലീഫിലാണെങ്കിലും എല്ലാം, ഇപ്പൊ സ്റ്റെമ്മിലും റൂട്ടിലൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് കോർട്ടെക്സിലെ സെല്ലുകളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. ചിലതിലാണെങ്കിൽ പാരൻകൈമാറ്റസ് ആണെങ്കിൽ ചിലതിൽ കോളൻകൈമാറ്റസ് ആയിരിക്കും. അങ്ങനെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അത് മോണോകോട്ടിലും കാണാൻ പറ്റും, ഡൈക്കോട്ടിലും കാണാൻ പറ്റും. അതേപോലെ പെരിസൈക്കിളിലെ ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെ പിത്ത്, ചിലതിൽ പിത്ത് വലിയ പിത്തായിരിക്കും, ചിലതിൽ ചെറിയ പിത്തായിരിക്കും, കാണാൻ കൂടി പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ മെഡുലറി റേസിനെ പറ്റിയിട്ടും എല്ലാം നമ്മൾ അതിൽ പറയുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യാം, ആ സമയത്ത് ഇതിനെ പറ്റി കൂടുതൽ പഠിക്കാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തില് പാരൻകൈമ ഉണ്ടാവും, കോളൻകൈമ ഉണ്ടാവും, സ്ക്ലീറൻകൈമ ഉണ്ടാവും. ഈ പാരൻകൈമ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പിത്തിലും കോർട്ടെക്സിലും പെരിസൈക്കിളിലും മെഡുലറി റേസിലും ഒക്കെയാണ് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ലീവ്സിലൊക്കെ ആണെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂസ് എന്തായിരിക്കും? ഇപ്പൊ ലീവ്സിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത് മീസോഫിൽ എന്ന് പറയുന്ന ഒരു സെല്ലുകളാണ്. അത് ക്ലോറോപ്ലാസ്റ്റ് ഉള്ള തിൻ വാളായിട്ടുള്ള സെല്ലുകളാണ് മീസോഫിൽ. അപ്പൊ ലീവ്സിൽ നമുക്ക് പാരൻകൈമ കൊണ്ടും കോളൻകൈമയും സ്ക്ലീറൻകൈമയും ഒന്നും അല്ല, അതില് ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ഒരു തിൻ വാൾഡ് സെല്ലാണ് അതിലുണ്ടാവുക. അതിന് നമ്മൾ മീസോഫിൽ എന്ന് നമ്മൾ പറയും. അപ്പൊ ലീവ്സിൽ ഒരു എക്സെപ്ഷൻ ആണ്. റൂട്ടിലും സ്റ്റെമ്മിലും ഒക്കെ നമുക്ക് ഇത് തന്നെ കാണാൻ പറ്റും. സിമ്പിൾ ടിഷ്യൂസ് ആയിട്ടുള്ള പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ ഒക്കെ തന്നെ ആയിരിക്കും ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ ഉണ്ടാവുക. പക്ഷേ നമ്മൾ ലീവ്സ് എടുക്കുന്ന സമയത്ത് ലീവ്സിൽ കുറച്ച് ഡിഫറൻസ് ആണ് ലീവ്സിൽ ഉണ്ടാവുക.
ലീവ്സിൽ എന്ന് പറയുന്നത് തിന്നായിട്ടുള്ള വാൾഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉള്ള സെല്ലുകളായിട്ടുള്ള മീസോഫിൽ എന്നാണ് അതിൽ പറയാം. മീസോഫില്ലാണ് അതിൽ ഗ്രൗണ്ട് ടിഷ്യൂല് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് അത്രയും നമുക്ക് പറയാനുള്ളൂ. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, എന്താണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്താണെന്ന് നോക്കി, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്താണെന്ന് നോക്കി. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. ഇപ്പൊ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വാസ്കുലർ ബണ്ടിൽസ് ഉണ്ടാവും. അതിൽ മെയിൻ ആയിട്ട് എന്താണ് ഉണ്ടാവുക, നമ്മൾ പഠിച്ച കോംപ്ലക്സ് ടിഷ്യൂസ് ആണ്. നമ്മളിപ്പോ പറഞ്ഞു ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ സിമ്പിൾ ടിഷ്യൂസ് ആയിട്ടുള്ള പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമയാണ്. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിരുന്ന കോംപ്ലക്സ് ടിഷ്യൂസ് ആയിട്ടുള്ള സൈലവും ഫ്ലോയുമാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഈ സൈലും ഫ്ലോയത്തിനെ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് വാസ്കുലർ ബണ്ടിൽസ്. സൈലോ ഫ്ലോയത്തിന് നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് വാസ്കുലർ ബണ്ടിൽസ്. നമുക്ക് വാസ്കുലർ ബണ്ടിൽസ് രണ്ട് ടൈപ്പിൽ പറയാം. വാസ്കുലർ ബണ്ടിൽസ് നമുക്ക് രണ്ട് ടൈപ്പിൽ പറയാം. വേറൊരു ടൈപ്പും വരുന്നുണ്ട്, നമ്മൾ ആദ്യം ഇത് പഠിക്കാം, എന്നിട്ട് നമുക്ക് അടുത്തതിൽ പോവാം. ഈ രണ്ട് ടൈപ്പ് നമ്മൾ പറയുന്നത് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് എന്നും ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ് എന്നാണ്. എന്താണ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത്? ആ ചിത്രത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കണം. അതായത് ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാമ്പിയം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷെ രണ്ടാമത്തെ ചിത്രം അത്ര ക്ലിയർ അല്ല, മേലെ ഫ്ലോയും താഴെ സൈലും ആണ്. പക്ഷെ ഈ ഒരു ഭാഗം ഇല്ല, അവിടെ കാമ്പിയം എന്ന് പറയുന്ന ഭാഗം ഇല്ല. കാമ്പിയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് സെക്കൻഡറി ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നതാണ്. കാമ്പിയം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാറ്ററൽ മെരിസ്റ്റത്തിന്റെ സമയത്തൊക്കെ നമ്മൾ കാമ്പിയം എന്ന് പറയുന്നത് സെക്കൻഡറി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാമ്പിയം എന്ന് പറയുന്നത് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസിൽ കാമ്പിയം ഉണ്ട്. ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസിൽ കാമ്പിയം അവിടെ പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ കാമ്പിയം ഉണ്ടെങ്കിൽ അത് സെക്കൻഡറി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് എങ്കിൽ അത് ഡൈക്കോട്ടിൽ ഉണ്ടാവുകയുള്ളൂ. ഡൈക്കോട്ടിലാണ് എന്ത് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പൊ ഡൈക്കോട്ടായിട്ടുള്ള സ്റ്റെംസിലൊക്കെ എന്താണ് കാമ്പിയം ഫ്ലോയത്തിനെയും സൈലത്തിനെയും ഇടയിൽ ഉണ്ടാവും. അങ്ങനെയുള്ള വാസ്കുലർ ബണ്ടിൽസിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത്. അങ്ങനെ കാമ്പിയം പ്രസന്റ് ആണെങ്കിൽ അവിടെ സെക്കൻഡറി സൈലും ഉണ്ടാവും, സെക്കൻഡറി ഫ്ലോയും ഉണ്ടാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രൈമറി സൈലം എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രൈമറി സൈലം, പ്രൈമറി ഫ്ലോയം, പ്രോട്ടോസൈലം, മെറ്റാസൈലം, അതുപോലെ പ്രോട്ടോഫ്ലോയം, മെറ്റാഫ്ലോയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പ്രൈമറി സൈലം എന്ന് പറയുന്നത് അതെന്താണ്, ഒരു യങ് ആയിരിക്കുന്ന സമയത്ത് പ്ലാന്റിൽ ഉണ്ടാവുന്ന വാസ്കുലർ ബണ്ടിൽസിൽ ഉണ്ടാവുന്ന സൈലും ഫ്ലോയും ഒക്കെ ആയിരിക്കും പ്രൈമറി ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കാമ്പിയം വന്നു. കാമ്പിയം വന്നാൽ അവിടെ സെക്കൻഡറി എന്താണ് ഗ്രോത്ത് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ കാമ്പിയം വന്നു കഴിഞ്ഞാൽ അവിടെ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്. അപ്പൊ സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും ആയിരിക്കും കാമ്പിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഡൈക്കോട്സിലാണ് നമുക്ക് ശരിക്കും ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡൈക്കോട്സിലാണ്. ഡൈക്കോട്സിൽ നമുക്ക് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് കാണാൻ സാധിക്കും. ഇനി മോണോകോട്ടിൽ എന്താണ്? അപ്പൊ നേരെ തിരിച്ചായിരിക്കും, കാമ്പിയം ഉണ്ടാവില്ല. ഇവിടെ ഓപ്പൺ ആണ്, ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് ആണ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാമ്പിയം ഇറ്റ് ഈസ് കോൾഡ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ. അപ്പോ ആബ്സെൻസ് ഓഫ് കാമ്പിയം ആണെങ്കിൽ, അവിടെ കാമ്പിയം ഇല്ലെങ്കിൽ അവിടെ എന്ത് പറയും? ക്ലോസ്ഡ്. ഒന്ന് ഓപ്പൺ ആണ്, കാമ്പിയം ഉള്ളത് കൊണ്ട് അവിടെ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ്. എങ്കിൽ കാമ്പിയം ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? ക്ലോസ്ഡ് ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും. സോ അത് എവിടെയായിരിക്കും ഉണ്ടാവുക? മോണോകോട്ടിലായിരിക്കും. സോ ഇൻ ദ മോണോകോട്ടിലിഡൻ ദ വാസ്കുലർ ബണ്ടിൽസിന് എന്താണ്? കാമ്പിയം ഇല്ല, അതിനിടയിൽ കാമ്പിയം ഇല്ല. അപ്പൊ അവിടെ എന്തുണ്ടാവുന്നില്ല? സെക്കൻഡറി സൈലം ഉണ്ടാവുന്നില്ല, സെക്കൻഡറി ഫ്ലോയം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നു. അപ്പൊ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ കോംപ്ലക്സ് ടിഷ്യൂസ് ആണ് ഉണ്ടാവുക. സൈലം ഉണ്ടാവും, ഫ്ലോയം ഉണ്ടാവും. ഈ സൈലത്തിനെയും ഫ്ലോയത്തിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു ടൈപ്പും വരുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് അത് പഠിക്കുക. ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് കാമ്പിയം ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിരിക്കും, അത് ഡൈക്കോട്ടിലാണ് കാണപ്പെടുക.
കാമ്പിയം ഉള്ളത് കൊണ്ട് സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസിലാണെങ്കിൽ അത് മോണോകോട്ടിലാണ് ഉണ്ടാവുക. അവിടെ കാമ്പിയം ഉണ്ടാവില്ല, അവിടെ സെക്കൻഡറി സൈലം ഉണ്ടാവില്ല, സെക്കൻഡറി ഫ്ലോയും ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഇത് രണ്ടിന്റെയും ഡിഫറൻസ്. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്നത് ആദ്യത്തെ ഒരു ഡിഫറൻസ് രണ്ട് വാസ്കുലർ ബണ്ടിൽസ് ആണ്, ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് ആൻഡ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ്. ഇനി കൺജോയിന്റ് ആൻഡ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് ഉണ്ട്. കൺജോയിന്റ് എന്ന് പറയുന്നത്, അതായത് കൺജോയിന്റ് ആൻഡ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ്. കൺജോയിന്റിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, കൺജോയിന്റ് ഓപ്പൺ ആൻഡ് കൺജോയിന്റ് ക്ലോസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്താണ് കൺജോയിന്റ് എന്നും എന്താണ് റേഡിയൽ എന്നും നോക്കാം. കൺജോയിന്റ് എന്ന് പറയുന്നത് സെയിം റേഡിയസിലായിരിക്കും സൈലവും ഫ്ലോയും. അപ്പൊ നമുക്ക് ഇതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുമിച്ചാണല്ലോ സൈലവും ഫ്ലോയും ഉള്ളത്, ഒരേ റേഡിയസിലല്ലേ സൈലവും ഫ്ലോയും ഉള്ളത്. വേറെ വേറെ മാറി മാറിയിട്ട് സെപ്പറേറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്, ഒരേ റേഡിയസിലാണ് സൈലം ഫ്ലോയും ഉള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ കൺജോയിന്റ് വാസ്കുലർ ബണ്ടിലുകൾ എന്ന് നമുക്ക് പറയാം. സെയിം റേഡിയസിലാണ് സൈലം ഫ്ലോയും ഉള്ളത് കൊണ്ട് കൺജോയിന്റ് എന്ന് നമുക്ക് പറയാം. ഇത് നമുക്ക് സ്റ്റെമ്മിലും ലീവ്സിലും ആണ് ഉണ്ടാവുക. നമുക്ക് റൂട്ടിൽ കാണാൻ പറ്റില്ല കൺജോയിന്റ്. സ്റ്റെംസിലും ലീവ്സിലും കൂടുതൽ കോമൺ ആയിട്ടുള്ള സ്റ്റെംസിലും ലീവ്സിലും ആണ്. ഓക്കെ, എപ്പോഴും കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽസില് ഫ്ലോയം സൈലത്തിന്റെ വെളിയിലായിരിക്കും. സൈലത്തിന് പുറത്തല്ലേ ഫ്ലോയം ഉള്ളത്, വേണ്ട, സൈലം ഇങ്ങോട്ട് ഉള്ളിലേക്കും ഫ്ലോയം പുറത്തുമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ കൺജോയിന്റിൽ സെയിം റേഡിയസിൽ സൈലവും ഫ്ലോയും ഉണ്ടാവും, സൈലം ഉള്ളിലോട്ടും ഫ്ലോയം വെളിയിലോട്ടുമാണ് ഉണ്ടാവുക. സ്റ്റെംസിലും ലീവ്സിലും ആണ് നമുക്കിത് കാണാൻ പറ്റുക കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽസ്. സോ സെയിം റേഡിയസിൽ വാസ്കുലർ ബണ്ടിൽസ് ഉണ്ടാവും. ഇനി നമ്മൾ റേഡിയലിൽ നോക്കുമ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് റേഡിയലിലെ പ്രത്യേകത. റേഡിയൽ വാസ്കുലർ ബണ്ടിൽസില് സൈലവും ഫ്ലോയും അല്ലെ വ്യത്യസ്ത ഇതിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരേ റേഡിയസിലല്ല, സെയിം റേഡിയസിലല്ല. സൈലം ഒരു റേഡിയസിലാണെങ്കിൽ ഫ്ലോയം വേറൊരു റേഡിയസിലാണ്, അല്ലെ. സൈലം വേറൊരു റേഡിയസിലാണ്, ഫ്ലോയം വേറൊരു റേഡിയസിലാണ്, ആണല്ലോ. സൈലവും ഫ്ലോയും എന്താണ്, ഡിഫറെന്റ് റേഡിയസിലാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ സൈലം ആണെങ്കിൽ ഇവിടെ ഫ്ലോയമാണ്, ഇവിടെ സൈലം ആണെങ്കിൽ ഇവിടെ ഫ്ലോയാണ്, ഇവിടെ സൈലം ആണെങ്കിൽ ഇവിടെ ഫ്ലോയം. അങ്ങനെ ഡിഫറെന്റ് റേഡിയസിലാണ് നമുക്ക് സൈലവും ഫ്ലോയും കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിൽ എന്താണ്, ഒരേ റേഡിയസിലാണ്, അല്ലെ. ഒരേ റേഡിയസിലാണ് സൈലം ഫ്ലോയും ഉള്ളത്, സെയിം റേഡിയസിലാണ് സൈലം ഫ്ലോയും ഉള്ളത്. പക്ഷെ അവിടെ എങ്ങനെയാണ്, ഡിഫറെന്റ് റേഡിയസിലാണ് സൈലവും ഫ്ലോയും ഉള്ളത്, ഡിഫറെന്റ് റേഡിയസിലാണ്. അപ്പൊ ഡിഫറെന്റ് റേഡിയസിൽ സൈലവും ഫ്ലോയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഓൾട്ടർനേറ്റ് മാനർ എന്ന് പറയും. അതായത് ഒന്നിടവിട്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ. ഒരു സൈലം വന്നാൽ അത് ഇനി അടുത്ത ഫ്ലോയും, പിന്നെ സൈലം വന്നാൽ പിന്നെ ഫ്ലോയും, അങ്ങനെ ഒന്നിടവിട്ട് ഓൾട്ടർനേറ്റ് മാനറിൽ പല ഡിഫറെന്റ് ആയിട്ടുള്ള റേഡിയസിൽ സൈലവും ഫ്ലോയത്തിനെയും അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അറേഞ്ച്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ്. കൺജോയിന്റ് കാണപ്പെടുന്നത് സ്റ്റെമ്മിലും ലീവ്സിലും ആണെങ്കിൽ റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റൂട്ടിലായിരിക്കും. റൂട്ടിലാണ് നമുക്ക് റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് കാണാൻ പറ്റുക. കൺജോയിന്റ് കാണാൻ പറ്റുന്നത് എവിടെയാണ്, സ്റ്റെംസിലും ലീവ്സിലും ആയിരിക്കും. ഓക്കെ, ഇതേപോലെ നമ്മൾ വേറെ മുൻപ് ഫസ്റ്റ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ, എൻഡാർക്ക് എക്സാർക്ക് എന്ന് പറയുന്നത്. അതിൽ സ്റ്റെംസിലാണ്, അതിൽ പ്രോട്ടോസൈലത്തിന്റെ ഡിഫറൻസിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ സ്റ്റെംസിലാണെങ്കിൽ എന്താണ്, സ്റ്റെംസിലാണെങ്കിൽ എൻഡാർക്കും റൂട്ടിലാണെങ്കിൽ എക്സാർക്കും എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ ഇതിലൊരു ഡിഫറൻസ് ആണ് എന്ത്, സ്റ്റെംസിലും ലീവ്സിലും ആണെങ്കിൽ കൺജോയിന്റ് ആയിരിക്കും, പക്ഷെ റേഡിയൽ ആണെങ്കിൽ എവിടെയാണ്, റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് നമുക്ക് കാണാൻ പറ്റുന്നത് റൂട്ടിലാണ് കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ടിഷ്യൂ സിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. 3 ടൈപ്പ് ഓഫ് ടിഷ്യൂ സിസ്റ്റമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഫ്ലോയം പഠിച്ചു, ഫ്ലോയത്തിന്റെ അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാന്ന് പഠിച്ചു. എംബാനിയൻ സെൽസ്, സീവ് ട്യൂബ് എലമെന്റ്സ്, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ടിഷ്യൂ സിസ്റ്റത്തിലേക്ക് വന്നു. അത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ, ഫംഗ്ഷൻ ആൻഡ് ലൊക്കേഷൻ. മെയിൻലി ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ ആണ് അതിന്റെ ഫംഗ്ഷൻസ് മാറും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിനെ പറ്റി പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ കണ്ടക്ടിങ് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയും.
അത് തന്നെ പല തരത്തിലുണ്ട്. നമ്മൾ പറഞ്ഞു കൺജോയിന്റ് ഉണ്ട്, റേഡിയൽ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്കറിയാം കൺജോയിന്റ് ഓപ്പൺ ആണെങ്കിൽ എന്തായിരിക്കും? കൺജോയിന്റ് ഓപ്പണിംഗ് ആണെങ്കിൽ കാമ്പിയം ഉണ്ടാവും, സെയിം റേഡിയസിലാണ്. കൺജോയിന്റ് ക്ലോസ് ആണെങ്കിൽ കാമ്പിയം ഉണ്ടാവില്ല, സെയിം റേഡിയസിലായിരിക്കും സൈലം ഫ്ലോ ഉണ്ടാവുക. അത്രേ വ്യത്യാസമുള്ളൂ. ഓപ്പൺ ക്ലോസ്ഡ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് എളുപ്പമായി. അപ്പോ ഇതാണ് ഇന്ന് ഞാൻ ഇതുവരെ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അനാട്ടമിയാണ്. ഇനി നമുക്ക് ഡൈക്കോട്ടിനെയും മോണോക്കോട്ടിനെയും അനാട്ടമിയാണ്. ഞാൻ ഈ ക്ലാസ്സിൽ അനാട്ടമിയും കൂടി തീർക്കും എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്, പക്ഷെ എത്തിയില്ല. കാരണം ഒരുപാട് പറയാനുള്ളതുകൊണ്ട് അതുവരെ എത്തിയില്ല. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അനാട്ടമി, ഡൈക്കോട്ടിനെയും മോണോക്കോട്ടിനെയും സെക്ഷൻസ് ഒക്കെ എടുത്തിട്ട് അതിന്റെ സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിലത്ര ചിത്രം അത്ര ക്ലിയർ അല്ല, ഞാൻ പക്ഷെ വേറെ നല്ലൊരു പിക്ചർ കൊണ്ടുവരാം. നല്ല പിക്ചർ നോക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അനാട്ടമി ഓഫ് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.